കുറച്ച് നേരം വെച്ചിട്ട് ഇതേപോലത്തെ അത് പകർത്തെടുക്കാം. ഞാൻ പക്ഷേ കുഴപ്പമില്ലായിട്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വാങ്ങട്ടെ. ഇന്ന് ഞാനുണ്ടല്ലോ നമ്മളോടെ ഒരു ദിവസം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ഉള്ളി കൊണ്ട് എന്താ പറയുക വളം ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ നമ്മൾ ഉള്ളിത്തോട്, വെളുത്തുള്ളിത്തോട്, സവാളത്തോട് ഈ 3 മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. അത് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ഞാൻ എന്നാ ഇതേപോലെ ഒരു കുപ്പി എന്തെങ്കിലും ഒരു പാത്രം അതിലിട്ട് വയ്ക്കും. ഇട്ട് വെച്ചിട്ട് ഒരാഴ്ചയ്ക്ക് നമ്മൾ വെറുതെ ഇട്ട് വെച്ചാൽ മതി. അതിലേ വെള്ളമൊന്നും ഒഴിക്കണ്ട, തന്നെ അത് ചീഞ്ഞ് നീരുകൾ വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അടപ്പും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഓട്ടം കുത്തിയിട്ടാണ് നമ്മളിത് വെക്കണേ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് പകർത്തി കാട്ടി തരാം കേട്ടോ. അതിൻ്റെ നീരെങ്ങനെ വരുന്നത്. ഞാൻ ഒരു ഗ്ലാസ് എടുക്കട്ടെ. ഞാനൊരു ഗ്ലാസ്സിലേക്ക് വേണ്ട ഇതേപോലെ നമുക്ക് നീര് കിട്ടും കേട്ടോ. ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ കമത്തിങ്ങനെ വെക്കണം. അപ്പോൾ അതായത് ഒന്നിങ്ങനെ വീണ്ടാക്കുക. അത് ചെറിയ ഓട്ടയായ കാരണേ വന്നടയാണ് കരട്. ഒന്നെങ്കിൽ നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഈ 3 അരിപ്പ വെച്ചിട്ട് അങ്ങനെ പകർത്തെടുക്കാം. ഞാൻ പക്ഷേ നമ്മുടെ ടൈം പോലെ നമുക്ക് എല്ലാം ചെയ്യാട്ടോ. ഞാനിങ്ങനെ പതുക്കെ എടുത്താക്കുള്ളൂ കേട്ടോ. കാരണം ഇതെന്ന് പറയുന്നത് ഒരു ടോണിക്കാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ 4 ഇരട്ടി വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് പച്ചക്കറികളുടെ ഇലയും അതേപോലെ കടക്കിലേക്കൊക്കെയും കൊടുക്കാം കേട്ടോ. എന്താണെങ്കിൽ നല്ലൊരു ഹോർമോണാണ്. ഇവർ വളർച്ചയ്ക്കും കീടങ്ങളിൽ വരാതിരിക്കാനും ഒക്കെ നല്ലതാട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ തെളിക്കണില്ല. കാരണം എൻ്റെ 2 ദിവസം മുന്നാണ് ഞാനിതേപോലെ ഇവർക്കൊക്കെ തെളിച്ചിട്ടുള്ളത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അപ്പം അതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉള്ളിത്തോട്, വെളുത്തുള്ളിത്തോട്, സവാളത്തോട് ഇത് മാത്രമാണ് ഞാൻ ഈ കുപ്പിയിലാക്കി വെച്ചിട്ട് ഇതേപോലെ നീരുണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ നമ്മുടെ കോഴികളൊപ്പം പോയി തുടങ്ങും. ഇതേപോലെ തന്നെ നമ്മൾ പച്ചക്കറികളുടെ ഇലത വേസ്റ്റുകൾ ഇട്ട് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നീര് മാത്രം, തെളി മാത്രം എടുത്തിട്ട് ഇപ്പം എൻ്റെ ഈ കുപ്പികളിലൊക്കെ ഇതേപോലെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞാൻ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ നമുക്ക് ബ്രോക്കോളിയും പൊട്ടിക്കാറായിട്ടുണ്ട്. അത് പൊട്ടിക്കാൻ പോകാം. നമ്മുടെ കോളിഫ്ലവർ നോക്കി ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കോളിഫ്ലവർ ഇനി വലുതാവും. ഇത് എല്ലാത്തിലും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. നമ്മുടെ ബ്രോക്കോളി നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ക്യാരറ്റ് അല്ല, നമ്മുടെ ബ്രോക്കോളി, കാബേജ്, കോളിഫ്ലവർ ഇതൊക്കെ ശരിക്കും ജനുവരി മാസത്തോട് കൂടിയിട്ട് ഉണ്ടായി കഴിയണം നമ്മുടെ കാലാവസ്ഥയിൽ. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ വെയിലിൽ ചൂട് കൂടുന്ന കാരണേ ഇവരുടെയൊക്കെ ഒരു ചെറിയൊരു കളർ മാറ്റം വരും. അതുകൊണ്ടുള്ളൊരു മാറ്റാട്ടാ. ജനുവരിയിലൊക്കെ നമ്മളിത് പൊട്ടിക്കുന്ന കഴിഞ്ഞിട്ടുണ്ട്. കണ്ട ഇതൊക്കെ എൻ്റെ മുന്നിൽ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. എന്നിട്ടും കണ്ട ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോഴേ പുതിയ തണ്ടുകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അവർ. അപ്പം ഇത് ഞാൻ 2 എണ്ണമാണ് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മളിതാ 2 ബ്രോക്കോളിയിലായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ ഞാൻ ഇവിടെ കണ്ടിട്ട് കുറച്ച് കജിൽ വന്നിട്ടുള്ള ചീരകളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അവരൊരു ചിക്കൻ തിരക്ക് ബഹളത്തിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് ഒരു കുറവുണ്ട്. ഇനി നമ്മുടെ ഈ ബ്രോക്കോളിൻ്റെ കറിയിലേക്ക് ഉണ്ടല്ലോ തക്കാളിയുടെ ആവശ്യം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഉണ്ടാവണം. ഒരു കടയായിട്ടാണ് നോക്കിയത്. നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് തക്കാളി. അപ്പോൾ 2 പഴുത്ത് നിൽക്കുന്നത് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കോഴികൾക്ക് ഉണ്ടല്ലോ ഇങ്ങനെ ചീര നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ ഈ പറമ്പിൽ ഉണ്ടാവുന്ന സാധനങ്ങളും കൂടി നമ്മുടെ കോഴികൾക്ക് കൊടുക്കണം. കാരണം കോഴികൾക്ക് നമുക്ക് അസുഖങ്ങളേ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ കോഴികൾക്ക് ചൂട് കൂടിയിട്ടുള്ള പല അസുഖങ്ങളും വരാറുണ്ട്. നമ്മുടെ അവിടെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വരാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണ കാരണമാണ് തോന്നണേ കേട്ടോ.
പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക 2-3 പ്രാവശ്യത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ വരുന്ന ഈ കതിര് വരുന്ന ചീരകൾ മാത്രമായിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുക്കുള്ളൂ. ബാക്കി നല്ലതൊക്കെ നമ്മൾ ഉപയോഗിക്കൂട്ടാ. അതായത് നമ്മളൊരുവിധം ചെറുതിലേ തൊട്ട് ഇങ്ങനെ അരിയണ കാരണം ഇതേപോലെ ഒരു കടയമ തന്നെ പല തരത്തിൽ ഇങ്ങനെ പൊട്ടിച്ചനച്ച് ഉണ്ടാവണതല്ലേ. ഇന്നിപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കുള്ളൂ. അങ്ങനെ ദിവസം നമുക്ക് കാലത്ത് അവർക്ക് ഇത് അവരുടെ ഒരു സ്ഥിരം ഭക്ഷണം പോലെയാണ് നമ്മൾ ഈ കതിര് വന്ന ചീരകൾ അവർക്ക് കൊടുക്കുന്നത്. ഇത് ഞാനുണ്ടല്ലോ നമ്മുടെ മുന്നിൽ ഞാൻ ചട്ടി പെയിൻറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള 2 പ്രാവശ്യമായിട്ട് വീഡിയോ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ ചെടികളൊക്കെ വേര് പിടിച്ചു. അതേപോലെ തന്നെ നമ്മുടെ പെയിൻറ്റ് ചെയ്ത ചട്ടികളിലൊക്കെ നമ്മളിനി എന്താ പറയുക ചെടികളൊക്കെ വെക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് മണ്ണ്, ഇപ്പോൾ മണ്ണില്ലാത്തവർക്ക് ഇത് മണ്ണ് വേണമെന്നില്ല, ചകിരിച്ചോറ് മാത്രം എടുത്തിട്ട് അതിലൊക്കെ ചെയ്യാൻ പറ്റൂട്ട. അപ്പം നോക്കി ഞാനിപ്പോൾ ഒരു 24 ചട്ടിയിലേക്കുള്ള എന്താ പറയുക മണ്ണാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് മണ്ണ് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിൽ കുറച്ച് ചകിരിച്ചോറാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഒരു ചട്ടിയിലിതാ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വളങ്ങൾ വേണം. അപ്പോൾ ഞാനത് കാട്ടിട്ട് അപ്പോൾ കണ്ട ഇത് ഉണക്കിയിട്ട് ചാണപ്പൊടി ഇട്ടാ. അപ്പം അത് കുറച്ച് കൂടുതലെടുക്കാം. ചാണപ്പൊടി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളതില്ലേ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ എല്ലുപൊടി കേട്ടോ. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഈ മണ്ണും നമ്മുടെ ഈ വളങ്ങളൊക്കെ ആയിട്ട് സെറ്റായി കിട്ടും കേട്ടോ. ഇനി നമ്മളുണ്ടല്ലോ നോക്കിയാൽ കുറച്ച് ചകിരി ഞാൻ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ കുറച്ച് ചവറ് അവിടെ അടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതും കൂടി നമ്മുടെ ചട്ടി നിറയ്ക്കാനായിട്ട് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മുടെ ഈ ചകിരിയിലേക്ക് ഇങ്ങനെ ഇതേപോലത്തെ ചെറിയ പീസുകളാക്കി എടുക്കാം. കണ്ടോ, ഇങ്ങനത്തെ പീസുകൾ കുറച്ച് ആദ്യം നമുക്ക് ആക്കി വയ്ക്കാം. ഒരു ചട്ടിയിലേക്കുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം നമ്മൾ മണ്ണിൻ്റെ അളവ് കുറവ് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞല്ലോ, മണ്ണില്ലാത്തവർക്ക് ചകിരിച്ചോറ് മാത്രമായാലും ഇതേപോലെ ചട്ടിയിൽ നിറയ്ക്കാൻ പറ്റിയിട്ടാ. ചകിരി മാക്സിമം ഇടാൻ ചവറും. എന്നിട്ട് ഞാൻ നോക്കിയ ഈ ചകിരി ഇതേപോലെ ഇറക്കി വയ്ക്കുക. മാക്സിമം കൊള്ളിച്ചോട്ടെ ചകിരി. അപ്പം അത്രയും കുറവിട്ടാൽ മതി. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ചവറിടും. ചവറിട്ടിട്ട് ഇനി ഞാൻ മുന്നേ നമ്മൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചത് കാണിച്ചിട്ടുണ്ടല്ലോ, ആ ചെടികളാണ് വെക്കാൻ പോണെന്ന് പറഞ്ഞില്ലേ, അപ്പം അതെടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ തട്ടി കഴിഞ്ഞ് നമുക്കിതിങ്ങനെ കിട്ടി. വേര് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. എന്നാലും ഒതുക്കി വെച്ച് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ ആക്കി വെച്ച കുറച്ച് മണ്ണുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ എന്നിട്ടാണെന്നറിയോ, നമുക്ക് വേഗം വേരൊക്കെ ചകിരിയുമ്പോൾ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മണ്ണൊക്കെ ഇറങ്ങി പോയിട്ട് ഇതിൽ ആവശ്യത്തിന് വേണ്ടി നമുക്കിങ്ങനെ വളമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമല്ലോ. വളമൊക്കെ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യം ഇനി ഇതേപോലെ തന്നെ ഇടയിൽ എല്ലുപൊടി ഇട്ട് കൊടുക്കും. പിന്നെ അതേ വേപ്പിമ്പണ്ടാക്കി കുളിപ്പിച്ചിട്ടൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇനി എല്ലാ ചട്ടിക്കാരൊന്ന് നിറയ്ക്കട്ടെ. അപ്പം എൻ്റെ എല്ലാ ചട്ടിയിലും ചകിരികൾ വെക്കൽ കഴിഞ്ഞു കേട്ടോ. നമുക്ക് പെട്ടെന്ന് വെക്കാവുന്നല്ലോ. ചകിരി ഇങ്ങനെ വെട്ടി ചീന്തി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഇട്ട് പോവാ. അതേപോലെ തന്നെ സ്പീഡിൽ നമുക്ക് ഈ ചവറൊക്കെ വേഗം ഇട്ട് പോകാം. ഒരുമിച്ച് തന്നെ എല്ലാ പണിയും കഴിയണ പോലെ തോന്നുന്നു നമുക്ക്. നമ്മളെ ചെടി ഉണ്ടല്ലോ വെക്കണ ദിവസം കേട്ടാ നനയ്ക്കരുത്. ഇതിപ്പോൾ ഞാൻ ഇന്ന് പെട്ടെന്ന് മറന്നു പോയി നനച്ചപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവർ ഈ ചട്ടീന്ന് എടുക്കുമ്പോൾ തന്നെ കടയൊക്കെ ഒന്ന് ഇളകുക. അല്ലെങ്കിൽ നല്ല നനയ്ക്കാണ്ടിരിക്കുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും ചട്ടീന്ന്. ഒരുവിധം വെക്കൽ കഴിഞ്ഞിട്ട് എൻ്റെ
പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ചകിരിയും ചവറൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോഴേ നമുക്കുണ്ടല്ലോ ചെടിയുടെ കട അങ്ങനെ അധികം പെട്ടെന്ന് ഉണങ്ങില്ല, ഒരു ഈർപ്പം എപ്പോഴും നിൽക്കൂട്ടാ. അപ്പോൾ ചെടികൾ വെക്കൽ കഴിഞ്ഞു. ഇനി നമ്മുടെ മണ്ണിടല്. എൻ്റെ കൂടെ കുയിലുണ്ട് കേട്ടാ. കുറേ നേരം ആ കുയില് ഞാനിങ്ങനെ ഇവിടെ പണിയാൻ വന്നപ്പോൾ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് എടുക്കണേ. ഇപ്പം എനിക്ക് നോക്കിയേ 24 ചട്ടി തുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ കുറച്ച് മണ്ണിൻ്റെ ആവശ്യം വന്നുള്ളൂ കേട്ടാ. ഇനിയിപ്പോൾ മണ്ണില്ലെങ്കിൽ തന്നെ നമുക്ക് ചകിരിച്ചോറും നമ്മുടെ ബാക്കിയുള്ള വളങ്ങളൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചകിരിയും ചവറും മാത്രം ഉണ്ടായാലും നമുക്ക് ചെടി വയ്ക്കാൻ പറ്റൂട്ടാ. അപ്പം ഞാൻ ലാസ്റ്റ് കഴിഞ്ഞു. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇത് വെക്കാനായിട്ട്. ബാക്കിയാണ് എനിക്ക് മണ്ണ്. ഇപ്പോൾ ഇതേപോലത്തെ ഒരു ചട്ടി കൂടി ബാക്കിയുള്ള മണ്ണൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെടികളെ ഞാൻ സാധാരണ ഇങ്ങനെയുള്ള ചെടി എല്ലാ ചെടികളും ഒരേപോലെ ഇല്ലാട്ട് വയ്ക്കുക. ഓരോ ചെടികൾക്ക് വ്യത്യാസമുണ്ട് അതിൽ നമ്മളിങ്ങനെ വെക്കണേൽ. പക്ഷെ ഇങ്ങനെയുള്ള ഈ ചെടികൾക്കൊക്കെ ഇതേപോലെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചട്ടികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കാൻ പോകട്ടാ. അപ്പോൾ ഈ ചട്ടി ഉണ്ടല്ലോ ഭയങ്കര വെയിറ്റാട്ടാ ചട്ടിക്ക്. പക്ഷെ നമ്മൾ നിറച്ചിട്ടുള്ള ഇതിൽ വെയിറ്റ് ഇല്ലാത്തതായ കാരണം നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ആ ചട്ടിയുടെ ഒരു വെയിറ്റ് ഉണ്ടാവുള്ളൂ, ബാക്കി നിറച്ചിട്ടുള്ള ഒരു വെയിറ്റും നമുക്ക് ഉണ്ടാവില്ല കേട്ടാ. പിന്നെ നോക്കിയേ നമ്മുടെ അല്ലുത് എവിടെ കിടന്ന് ഉറങ്ങണ്ടിട്ടാ. അവിടെ നല്ലൊരു ഉറക്കം ഉറങ്ങി. എന്താ ഭംഗിയിലുള്ള കിടപ്പ കിടക്കാന്നറിയോ, കയ്യൊക്കെ ഇങ്ങനെ നീട്ടി വെച്ച് തല വെച്ചിട്ട് കിടക്കണ നോക്കി. അപ്പൊ നമ്മൾ നോക്കിയേ ഈ ഒരു സൈഡിലേക്ക് കേട്ടാ ഈ ചട്ടികൾ കൊണ്ട് നോക്കണേ. അപ്പൊ ഞാൻ പറയാനുണ്ടല്ലോ നമ്മുടെ തെങ്ങിന്റെ അടിയിൽ ചട്ടികളൊക്കെ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാളികേരം വീഴുക, പട്ട വീഴുമ്പോഴൊക്കെ പൊട്ടാറുണ്ടെന്ന് കേട്ടാ. ഇതൊക്കെ പൊട്ടിയിട്ട് ഈ ചട്ടിയിലത്തെ മണ്ണാണ് ഞാൻ അവിടെ കൊണ്ട് തട്ടിയിട്ട് മറ്റേ വളക്കിയിട്ട് മിക്സ് ചെയ്ത് കേട്ടാ. അപ്പൊ ഇവരെയാണ് നമ്മൾ വെക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ എൻ്റെ പയ്യനോട് വെക്കട്ടെ. അപ്പം എൻ്റെ ചട്ടികളൊക്കെ വെക്കൽ കഴിഞ്ഞിട്ടാ.
ഇതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡിൽ വെക്കണം. പക്ഷെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ചട്ടി വന്നിട്ടില്ല. നമ്മളിങ്ങനെ ചട്ടി പണിയാൻ കൊടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ അന്ന് 24 ഞാൻ കാറ്റിലായിരുന്നില്ലേ, പിന്നെയും കുറച്ചുകൂടി വേണമെന്നുള്ളത് അത് വന്നിട്ടില്ല. വന്ന് കഴിയുമ്പോഴാണ് ഞാൻ സൈഡിലും കൂടി നമ്മൾ വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടേക്കുള്ളത് തന്നെ ആയിട്ടുണ്ട്. ഇപ്പം എന്നിട്ടാണെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ തെങ്ങ് കയറിയാലും നാളികേരം ഇങ്ങനെ ഇങ്ങോട്ടിരിക്കും. അപ്പം അതൊക്കെ പറക്കിയിട്ട് പോവാം നമുക്ക്. മുമ്പത്തെ പട്ട വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെങ്ങേറാൻ പോകുമ്പോൾ അതിൻ്റെ കയറൊക്കെ കൊണ്ട് കൂട്ടാന്നിട്ട് ഇങ്ങനെ കട്ടേര കെട്ടിടും. പക്ഷെ നാളികേരം രക്ഷയില്ല, അങ്ങനെ ഇടയ്ക്ക് വീഴും. ഇതിലാണ് നമ്മുടെ ചട്ടി ശരിക്കും പൊട്ടിക്കുന്നത്. പാചകത്തിലേക്ക് പോണേക്കാളും മുന്നേ നമുക്ക് കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട്. അപ്പം അനിയത്തിമാരോടാണ് എനിക്കിന്ന് ഹായ് പറയാനുള്ളത് കേട്ടോ. ശ്രുതി സജി, ഹായ് ശ്രുതി. ഷൈന അൽഹാദ്, ഹായ് ഷൈന. ഹായ് ശുഭ, ഹായ് ജിൻസി ജിങ്കിൾ ചാനൽ. അപ്പം ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോകാം കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ ബ്രോക്കോളി നോക്കിയ കോളിഫ്ലവറൊക്കെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കില്ലേ, അതേപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയെടുത്ത് ഉപ്പ് വെള്ളം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ടാട്ടത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നോക്കിയാൽ 2 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 1 വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊട്ടിച്ചു കൊടുത്താൽ നമ്മൾ 2 തക്കാളി അതേപോലെ തന്നെ ഒരു സബോള കൂടിയിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. പിന്നെ ഇതാ ഒരു 12 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നോക്കിയാൽ 3 ഏലക്കായ, 2 കഷ്ണം കറുകപ്പട്ട, 3 ഗ്രാമ്പു, ഒരു 10 കുരുമുളക് പൊടി മുഴുവൻ കുരുമുളക്. പിന്നെ ഇതാ പെരിഞ്ജീരകം കുറച്ചിട്ട ഒരു 1/4 ടീസ്പൂൺ അടുപ്പിച്ച് അത്ര വേണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നോക്കിയാൽ 2 സബോള കാരണം കുറച്ച് ചെറിയ ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമ്മുടെ കല അടുപ്പത്തിരിക്കുന്നുണ്ട്. ഈ കല ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പിലയും അതേപോലെ മല്ലിയിലും പുതിനയിലും ഒന്നും പൊട്ടിച്ചിട്ടില്ല, അത് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ ആഫ്രിക്കൻ മല്ലി കേട്ടാ, നല്ല മണം തന്നെയാണ്, മറ്റേ മല്ലിയുടെ പോലെ തന്നെ. അപ്പം ഞാൻ വരുമ്പോഴേക്കും നമ്മുടെ അതിലേക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ അവിടേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മുടെ ബ്രോക്കോളിനുണ്ടല്ലോ ഇതാ നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കളറൊന്നും മാറാൻ പാടില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ബ്രോക്കോളിയിലാവും കേട്ടോ. ഒരു മാക്സിമം 2 മിനിറ്റ് വഴറ്റണ്ടോ.
അപ്പോൾ നമ്മളിത് 2 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട്. കണ്ട ബ്രൊക്കോളിൻ്റെ ആ കളറൊന്നും മാറുന്നില്ല. നമ്മളിതിൽ നിന്ന് ഇങ്ങോട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്കുണ്ടല്ലോ നമ്മൾ പറഞ്ഞ കറുകപ്പട്ട, അതേപോലെ ഗ്രാമ്പു, ഏലക്കായ, അതേപോലെ പെരുംജീരകം, കുരുമുളക് എല്ലാം കൂടി വഴിച്ചിട്ട് കൊടുക്കണം. ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്കിതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൂടാതെ പച്ചമുളക്, ആ ഇഞ്ചിയുടെയും അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ഒരു പച്ച മണം ഒന്ന് തോനെ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിതിൽ ഇപ്പോൾ വഴറ്റുമ്പോൾ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, കാരണം നമ്മൾ നമ്മുടെ ബ്രൊക്കോളി വഴറ്റിയെടുത്തപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എനിക്കിതാ കുറച്ച് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ടീസ്പൂണിൻ്റെ അവിടേക്കും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് സബോളയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കണമല്ലോ. നമ്മുടെ പച്ചമുളകിൻ്റെയും അതേപോലെ തന്നെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ചെറുതായിട്ടൊരു കളറ് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്കുണ്ടല്ലോ നമ്മുടെ സബോള ഇട്ട് കൊടുക്കാം. ഈ സബോളയിൽ ഒരു മധുരരസം ആവണ ഒരു ടൈമിൽ നമുക്ക് സബോളയുടെ അത്രയും വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ സബോള നോക്കി ഇതേപോലെ ഒരു കളറ് കണ്ട. ഈ ഒരു കളർ വരുമ്പോൾ നമ്മുടെ സബോളയ്ക്ക് നല്ല ഒരു മധുര രസമായിരിക്കും. ഈ സമയത്ത് നമുക്ക് അതിലേക്കുണ്ടല്ലോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നമുക്ക് എരിവിനനുസരിച്ച് ഇതാ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല കേട്ടോ, എല്ലാ മസാലയും കൂടി പൊടിച്ചത് അതിതാ ഒരു 1/2 ടീസ്പൂണ്. നമുക്കൊന്ന് ആ പൊടികളുടെയൊക്കെ ഒരു പച്ചവാസന പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നോക്കിയ പൊടികളൊക്കെ ഇട്ട് നമ്മുടെ ആ ഒരു പച്ചവാസന പോയിട്ടുണ്ട്. ഈ സമയത്തുണ്ടല്ലോ നമുക്ക് നമ്മളെ തക്കാളി സബോളയും കൂടി അടിച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നോക്കിയേ തക്കാളിയൊക്കെ ഇട്ടതാ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. ആ സമയം കൊണ്ട് ഞാനിത് അടുപ്പത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വിധം നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ അറിയാം നമ്മുടെ കറിക്ക് എത്രമാത്രം ചാറ് വേണം അല്ലെങ്കിൽ കട്ടി വേണം, അതനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിലാണ് നമ്മളിപ്പോൾ കറി ആക്കി നോക്കണേ കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ നോക്കിയേ തക്കാളിയൊക്കെ ഇട്ടതാ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. ആ സമയം കൊണ്ട് ഞാനിത് അടുപ്പത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വിധം നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ അറിയാം നമ്മുടെ കറിക്ക് എത്രമാത്രം ചാറ് വേണം അല്ലെങ്കിൽ കട്ടി വേണം, അതനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിലാണ് നമ്മളിപ്പോൾ കറി ആക്കി നോക്കണേ കേട്ടോ. ഇനി ഇതൊന്ന്
മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഉണ്ടല്ലോ, എനിക്കൊരു കാര്യം പറയാനുള്ളത് കേട്ടോ. ബ്രോക്കോളിന് ഞാൻ ഒരു വർഷമാണ് ബ്രോക്കോളിൻ കറി വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ വെച്ചിട്ട് ഒരു വർഷമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ പറമ്പിൽ ഇതേപോലെ ഉണ്ടായപ്പോഴാണ് ഞാൻ ബ്രോക്കോളിൻ കറി വെച്ചത്. അപ്പോൾ അന്ന് എനിക്ക് ബ്രോക്കോളിൻ കറി വെക്കുമ്പോൾ എനിക്കിത് എങ്ങനെ വിൽക്കാനൊന്നും അറിയില്ല. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ പോലെയാണല്ലോ ഈ കാണുമ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ട് സാധാരണ നന്നായി അടപ്പത്തൊക്കെ ഇട്ട് നന്നായി വേവിച്ചിട്ടാണ് ഞാൻ കറി വെച്ചത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു, സ്മിത ബ്രോക്കോളി സലാഡ് പോലെ കഴിക്കുന്നതാണ്, അധികം വേവിക്കില്ല, ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, ഇതേപോലെ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അത് കാരണം ഒത്തിരി ശ്രദ്ധിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ 2 മിനിറ്റ് ഉള്ളതൊന്ന് വഴറ്റിയിട്ടുള്ളൂ. കണ്ട കളറൊന്നും പോയിട്ടില്ല, ഇതേ സെയിം കളറിൽ തന്നെ ഇരിക്കണം നമുക്കിത് വേവിച്ചെടുക്കണ ടൈമിലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ തെറ്റിദ്ധരുത്താൻ വേണ്ടിയിട്ടേ എനിക്കൊരു വർഷം കാത്തിരിക്കേണ്ടത് വന്നു കേട്ടാ. കാരണം ഇടയിലൊന്നും ഞാൻ മേടിച്ച്, നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ പച്ചക്കറികളൊന്നും വേറെ മേടിച്ച് വെക്കില്ല. ഇവിടെ ഉണ്ടാവുന്ന പച്ചക്കറികളാണ് കൂടുതൽ വെക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പാചകം ഇടയ്ക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വെക്കേണ്ടി വരുമ്പോൾ ഒന്ന് പുറത്തുനിന്നൊക്കെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ മേടിച്ച് വെക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ബ്രോക്കോളി വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സലാഡ് രൂപത്തിലാണ് വെക്കേണ്ടത്. എന്തേപോലെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കേട്ടാ. അപ്പോൾ നോക്കി നമ്മുടെ ഇതാ തക്കാളിയൊക്കെ ഇട്ടിട്ട് അതെ നന്നായി ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മുടെ ഈ ബ്രോക്കോളിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മല്ലിയില പുതിനയിലൊക്കെ ഉണ്ടല്ലോ അതിലേക്കെല്ലാം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ 2 കതിര് കറിവേപ്പില, പിന്നെ നമ്മൾ കശുവണ്ടി അരച്ചതുണ്ടല്ലോ അത്, പിന്നെ നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോഴാണ് നമ്മളിത് ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ് ഞാനിതൊരു 1/2 ടീസ്പൂണിൻ്റെ അവിടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട നല്ല കട്ടിയിലും നല്ല കുറുകിയിട്ടുള്ള രൂപത്തിലായിട്ട് നമ്മുടെ കറി ഇരിക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഉപ്പും മുളകും ഒക്കെ നമ്മുടെ ബ്രോക്കോളി ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം 1 മിനിറ്റ് ഇതാ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അത്ര വേവ വേണ്ട കേട്ടോ ബ്രോക്കോളിന്. ഇതാ 1 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് ഇതാ തുറക്കാം കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ കറി നന്നായിട്ടിങ്ങനെ എണ്ണയ്ക്ക് തെളിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതാ ഗ്യാസ് ഓഫ് ചെയ്തു. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അവിടേക്ക് ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടാ. ഈ കറി ശരിക്കും ചപ്പാത്തി, അതേപോലെ പൊറോട്ട, നൂലപ്പം, അതുപോലെ ഇഡ്ഡലിക്കായാലും ദോശയ്ക്കും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു നല്ല ടേസ്റ്റുള്ളൊരു കറിയായിട്ടത്. അപ്പം ഈ കറി റെഡിയായി. ഞാൻ ടേസ്റ്റ് ആയിട്ട് വിളിക്കട്ടെ കേട്ടോ. രസം അടിപൊളി സൂപ്പർ സാധനടാ. ഞാൻ വിചാരിച്ചില്ല ഇത്ര. ചപ്പാത്തിക്ക് പറ്റിയ കറിയാട്ടത് ശരിക്കും. ഭയങ്കര ടേസ്റ്റാട്ടാ. ശരിക്കും നമ്മള് കോളിഫ്ലവർ പോലെ തന്നെ അല്ലേ ശരിക്കും. ഇത് ബ്രോക്കോളി എന്നുള്ള ഒരു മാറ്റമല്ലോ. സൂപ്പർ സാധനം നല്ല കുറച്ചുകൂടി വിറ്റാമിൻസ് ഒക്കെ കൂടുതലാണ് ബ്രോക്കോളിയില്. നമ്മുടെ അവിടെ 3-4 പ്രാവശ്യം ശരിക്കും ഇപ്രാവശ്യം 10 തൈ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുമില്ലൊക്കെ ഉണ്ട് ശരിക്കും. ചപ്പാത്തിക്ക്, പൊറോട്ട ആണെങ്കിൽ പറ്റും, എല്ലാത്തിനും പറ്റൂട്ടാ. ചപ്പാത്തിക്ക് ഇനി ഈ കറി തന്നെ മതിട്ടാ. നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീട്ടിൽ